പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. വിക്രമിന്റെയും വേദയുടെയും പ്രണയപൂർണമായ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി കടന്നു വന്ന കാർമേഘങ്ങൾ പെയ്യാതെ നിൽക്കുകയാണ്. വരാനിരിക്കുന്ന ആഴ്ചയിൽ പ്രേക്ഷകരെ പോലും മുൾമുനയിൽ നിർത്തുന്ന സംഭവ വികാസങ്ങളാണ് ഇനി കഥയിൽ അരങ്ങേറാൻ പോകുന്നത്. ഒരു വശത്ത് ദീപ്തിയുടെ ജീവിതം സുരക്ഷിതമാക്കാനുള്ള വിക്രമിന്റെ പോരാട്ടം, മറുവശത്ത് വിക്രമിനെ കുടുംബത്തിനു മുന്നിൽ ചതിയനായി ചിത്രീകരിക്കാനുള്ള ശ്രീകാന്തിന്റെയും ചന്ദ്രശേഖരന്റെയും കുതന്ത്രങ്ങൾ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. അങ്ങനെ വിക്രം ഒരു കാര്യം മനസ്സിൽ തീരുമാനിച്ചു. എന്തായാലും വരുണിനെ നേരിട്ട് പോയിട്ടൊന്ന് കാണണം. അവന്റെ മനസ്സിൽ ശരിക്കും എന്താണെന്ന് അറിയാമല്ലോ. ഒരു പക്ഷേ ദീപ്തിയെ നശിപ്പിക്കാനാണോ, അതോ ദീപ്തി വഴി തങ്ങളെ അല്ലെങ്കിൽ വേദയെ എങ്ങനെയും അവൻ ഉന്നം വെക്കുന്നുണ്ടോ എന്നുള്ള കാര്യം വിക്രമിന് അറിയണം. അങ്ങനെയാണെങ്കിൽ തന്നെ അതിനെ തടഞ്ഞേ പറ്റൂ എന്ന് വിക്രം അങ്ങ് മനസ്സിൽ തീരുമാനിച്ചു. അങ്ങനെ വേദയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം വരുണിനെ കാണാനായിട്ട് വിക്രം ഇറങ്ങാണ്. വരുണിനെ ഫോൺ ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് അവർ രണ്ടുപേരും കൂടി തന്നെ ബീച്ചിൽ വെച്ച് കാണും. ആ സമയം വിക്രം അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വരുൺ അങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ വിക്രം വിട്ടുപിടിക്കാതെ ചോദിച്ചു, എന്താണ് നിന്റെ ഉദ്ദേശം? അപ്പോഴേക്കും വരുൺ വിട്ടില്ല. അവൻ തിരിച്ചു ചോദിച്ചു, എന്താ വിക്രമേട്ടാ? അല്ല, നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന്? നീ എന്താ ദീപ്തിയുടെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത്? എന്നെയും വേദയും ടാർഗറ്റ് ചെയ്യാനാണോ നിന്റെ പരിപാടിയെങ്കിൽ നീ ആ പാവം ദീപ്തിയുടെ പിന്നാലെ നടക്കേണ്ട കാര്യമൊന്നുമില്ല. അവളെ വെറുതെ അങ്ങ് വിട്ടേക്ക്. അവളെ ഇതിലേക്ക് വലിച്ചെടുക്കേണ്ട ഒരു കാര്യവുമില്ല. നീ എന്നെ മാത്രമാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ ദേ അന്ന് നിന്നെ തല്ലിയത് ഞാനാണ്. ആ പ്രതികാരം വേണമെങ്കിൽ നീ എന്നോട് ചെയ്തോ. അതിനു വേണ്ടിയിട്ട് വീട്ടിലുള്ള മറ്റുള്ളവരെല്ലാം നീ കരുവാക്കേണ്ട എന്നൊക്കെ പറയാണ് വിക്രം. ഇത് കേട്ടപ്പോൾ തന്നെ വരുൺ പറയുന്നുണ്ട്, അതെ വിക്രമേട്ടാ, എന്നെ നിങ്ങൾ വല്ലാതങ്ങ് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. വിക്രം വല്ലാത്തൊരു അമ്പരപ്പോടെ അവനെ ഒന്ന് നോക്കി. വരുൺ അന്ന് പറഞ്ഞതൊന്നും ആയിരുന്നില്ല ഇപ്പോഴത്തെ അവന്റെ ഭാവം. എനിക്കറിയാം നിങ്ങളുടെ മനസ്സിലൊക്കെ വലിയ സംശയങ്ങളുണ്ടെന്ന്. കാരണം ഞാൻ ദീപ്തിയെ മനഃപൂർവ്വം എന്നിലേക്ക് അടുപ്പിക്കുകയാണോ എന്ന് നിങ്ങൾ സംശയിക്കുന്നുണ്ടാവും. നിങ്ങളോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടാവും. പക്ഷേ ഒരിക്കലുമില്ല. ഞാനിപ്പോൾ പഴയ വരുണല്ല. അന്ന് ഞാൻ അതൊക്കെ ചെയ്തു. അത് ശരി തന്നെയാണ്. ഞാൻ ചെയ്തത് വലിയൊരു തെറ്റ് തന്നെയാണ്. ഒരിക്കലും ഒരു പെൺകുട്ടിയോടും ആരും ചെയ്യാൻ പാടില്ലാത്ത വലിയൊരു തെറ്റ്. പക്ഷേ അന്ന് ഞാൻ ഡ്രഗ്സിനൊക്കെ അടിമയായിരുന്നു. ആ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് മാത്രമാണ് ഞാൻ ആ ചെയ്തു കൂട്ടിയതൊക്കെ. അന്ന് ഞാനല്ലായിരുന്നു. എന്നെ നിയന്ത്രിച്ചിരുന്നത് ആ ലഹരിയായിരുന്നു. പക്ഷേ പിന്നീട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോഴാണ് ഞാൻ ചെയ്ത തെറ്റുകളുടെയൊക്കെ ഭാരം എനിക്ക് മനസ്സിലാവുന്നത്. ശരിക്കും പറഞ്ഞാൽ എന്നെ നേർവഴിക്ക് നടക്കാൻ കാരണമായത് വിക്രമേട്ടൻ തന്നെയാണ്. അന്ന് എന്നെ തല്ലി അത്രമാത്രം അവശനാക്കിയിരുന്നില്ല എങ്കിൽ, ജീവിതത്തോടും മരണത്തോടും മല്ലടിച്ച് ഞാൻ അങ്ങനെ കിടന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഇപ്പോഴും ആ പഴയ വരുണായിട്ട് തന്നെ മുന്നോട്ട് പോയേനെ. പക്ഷേ പിന്നീട് ഞാൻ ജീവിതത്തിലേക്ക് മടങ്ങി വന്നാലും എൻ്റെ മനസ്സിൽ ഉള്ളിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഡ്രഗ്സ് ഉപയോഗമൊക്കെ ഞാൻ അങ്ങ് നിർത്തി. എങ്കിലും എനിക്ക് ആ കുട്ടിയോടൊന്ന് മാപ്പ് പറയണമെന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ദീപ്തി എൻ്റെ അടുത്തേക്ക് വന്നത്. ക്ലിനിക്കൽ സൈക്കോളജിയുടെ ഭാഗമായിട്ടാണ് അവൾ എന്നെ കാണാൻ വേണ്ടി വന്നത്. പക്ഷേ അവൾ അന്ന് പെട്ടെന്ന് തന്നെ എൻ്റെ മനസ്സങ്ങ് പിടിച്ചെടുത്തു. കാരണം ഞാൻ അന്ന് ആത്മഹത്യ ചെയ്യാൻ വളരെയധികം ഒരുങ്ങി നിൽക്കുകയായിരുന്നു. എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാൽ മതിയെന്ന് മാത്രമേ എനിക്കപ്പോൾ ചിന്തയുണ്ടായിരുന്നുള്ളൂ. കാരണം അത്രമാത്രം തെറ്റുകളാണ് ഞാൻ ഇത്രയും കാലം കൊണ്ട് തന്നെ ചെയ്തു കൂട്ടിയിട്ടുള്ളത്. ആ പെൺകുട്ടിയുടെ രൂപം തന്നെയായിരുന്നു എൻ്റെ മനസ്സിൽ എപ്പോഴും. ഒടുവിൽ ദീപ്തിയാണ് മരണചിന്തയിൽ നിന്നും എന്നെ അങ്ങ് പിന്തിരിപ്പിച്ചത്. ഒരുപക്ഷെ വിക്രമേട്ടനും മറ്റുള്ളവർക്കും എന്നെ ഇപ്പോഴും സംശയമായിരിക്കും. ഞാൻ ആ പഴയ വരുണാണെന്ന് കരുതിയിട്ടായിരിക്കും നിങ്ങൾ ഈ പെരുമാറുന്നത്. ഇപ്പോൾ വിക്രമേട്ടന് വേണമെങ്കിൽ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്നെ തല്ലണമെങ്കിൽ തല്ലാം, കൊല്ലണമെങ്കിൽ കൊല്ലാം. ഞാനിതേ ഇവിടെ തന്നെ നിന്ന് തന്നോളാം. എങ്കിലും ദീപ്തി ഞാൻ ചതിക്കുകയാണെന്ന് മാത്രം ദയവ് ചെയ്ത് നിങ്ങൾ പറയരുത്. ഇനിയിപ്പോൾ നിങ്ങളെയൊക്കെ പറയുകയാണെങ്കിൽ തന്നെ ദീപ്തിയിൽ നിന്നും ഞാൻ അകന്ന് നടന്നോളാം. പക്ഷേ അത് അവൾക്ക് എത്രമാത്രം താങ്ങാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ മരിച്ചു തരാനും തയ്യാറാണ്. എനിക്ക് അത്രമാത്രമേ ഇപ്പം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ വേറെ വഴിയൊന്നുമില്ല എന്ന് വരുൺ പറഞ്ഞു. വരുണിന്റെ വാക്കെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ വിക്രമിന് വല്ലാതായി. വിക്രം ചോദിക്കുന്നുണ്ട്, നീ ഈ പറയുന്നതൊക്കെ സത്യമാണോടാ? ഞാനെന്തിന് കള്ളം പറയണം വിക്രമേട്ട? മലക്ക് പോവാൻ മാലയിട്ടിരിക്കുന്ന ഒരു സ്വാമിയല്ലേ നിങ്ങളോട് ഞാൻ കള്ളം പറയില്ല എന്ന് അവൻ തീർത്തും പറഞ്ഞു. ഇതേ സമയത്താണ് ചന്ദ്രശേഖരൻ അങ്ങോട്ടേക്ക് വരുന്നത്. ചന്ദ്രശേഖരൻ കണ്ടു വിക്രമും വരുണും തമ്മിൽ അവിടെ നിന്ന് സംസാരിക്കുന്ന കാര്യം. അവർ തമ്മിൽ എന്താ ഇങ്ങനെ ഒരു ഇടപാട്? ദീപ്തിയുടെ പിന്നാലെ നടക്കുന്നവരാണ് വരുൺ എന്ന കാര്യം ചന്ദ്രശേഖരൻ അറിയാം. അപ്പോൾ വിക്രമൻ കൂടി അറിഞ്ഞിട്ടുള്ള കളിയാണോ ഇത്? അതോ ഇതിന് എന്തെങ്കിലും തന്ത്രമുണ്ടോ എന്നൊക്കെ ചന്ദ്രശേഖരൻ അവിടെ നിന്നിങ്ങനെ ആലോചിക്കുകയാണ്. ഈ സമയത്ത് തന്നെ വിക്രം വരുണിനോട് പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറയാം. അവളെ വഞ്ചിക്കാനല്ല, മറിച്ച് അവളെ കൂടെ കൂട്ടി സന്തോഷത്തോടെ ജീവിക്കാനാണെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. നിങ്ങൾ തമ്മിൽ അത്രക്ക് പ്രണയമാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അല്ലാതെ എന്തെങ്കിലും ഉദ്ദേശമുണ്ടെങ്കിൽ അറിയാലോ. ഈ ഒരു ബന്ധം അവളുടെ വീട്ടിലറിഞ്ഞു കഴിഞ്ഞാൽ അതവരെ എത്രമാത്രം വേദനിപ്പിക്കുമെന്നറിയാമോ? എന്റെയും വേദയുടെയും കാര്യങ്ങൾ തന്നെ നിനക്കറിയാലോ. ഒരു പക്ഷേ ദീപ്തി നിന്നോട് പറഞ്ഞിട്ടുണ്ടാവും. ഞങ്ങൾ അങ്ങനെ ഒന്നായവരാണ്.
ഒന്നാവണമെന്ന് കരുതിയിട്ടായിരുന്നില്ല. ഞങ്ങൾ തമ്മിൽ പ്രണയിച്ചിട്ടൊന്നുമില്ല. സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് സംഭവിച്ചു പോയത്. അതിന്റെ പേരിൽ അവളുടെ വീട്ടുകാർക്ക് ഇപ്പോഴും വലിയ വിഷമമുണ്ട്. ആ സമയത്ത് നീയും കൂടി ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതൊരിക്കലും വേദയുടെ വീട്ടുകാർക്ക് താങ്ങാൻ കഴിയില്ല എന്നൊക്കെ പറയാണ് വിക്രം. ഇത് കേട്ടപ്പോൾ തന്നെ വരുൺ പറഞ്ഞു, ഞാൻ ദീപ്തിയോട് സംസാരിക്കാം. അവൾ ഇതിൽ നിന്നും പിന്മാറാൻ തയ്യാറാണെങ്കിൽ അവൾ പിന്മാറട്ടെ. അന്നേരം വിക്രം പറഞ്ഞു, അവൾ അങ്ങനെ പിന്മാറുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല വരുൺ. കാരണം അവളുടെ മനസ്സിൽ ഇന്ന് വരെ വേറൊരു പുരുഷനും ഉണ്ടായിട്ടില്ല. അവൾ നിന്നെ അന്ധമായി അങ്ങ് വിശ്വസിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. അത് എന്ത് തരം സ്നേഹമാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ നിനക്കൊരാളെ രക്ഷിക്കാൻ പറ്റി, അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റി എന്നൊരു തോന്നലിലുണ്ടായ സ്നേഹമാണോ എന്നും അറിയില്ല. ഇനി എന്താന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ തീരുമാനിച്ചോ. ഒന്നും എടുത്തു ചാടിയിട്ടൊന്നും ചെയ്യരുത്. ഇനി ആരെയും വേദനിപ്പിക്കാൻ ഇടവരുത്തരുത്. അങ്ങനെ വിക്രം കുറേയധികം ഉപദേശങ്ങൾ വരുണിന് കൊടുക്കുന്നുണ്ട്. വരുൺ പറയുന്നതൊക്കെ സത്യമാണെന്ന് വിക്രമിന് തോന്നി തുടങ്ങി. മുൻപ് വേദ പറഞ്ഞപ്പോൾ വിക്രം അത് ചിരിച്ചു തള്ളുകയായിരുന്നു. താൻ ദീപ്തിയെ കരുവാക്കാനെന്നായിരുന്നു അന്ന് വിക്രം പറഞ്ഞത്. പക്ഷേ വരുണുമായിട്ട് നേരിട്ട് സംസാരിച്ചപ്പോൾ അങ്ങനെയല്ല എന്ന് വിക്രമിനും തോന്നി. ഇതേ സമയത്തിന് ശ്രീകാന്ത് വർഷയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട്. ചന്ദ്രശേഖരൻ വർഷയോട് ശ്രീകാന്തിന്റെ കാര്യങ്ങളൊന്നും തന്നെ അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വർഷയ്ക്ക് ശ്രീകാന്തിന്റെ വീട്ടിൽ വന്ന് നിൽക്കാൻ അത്ര വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ നിവൃത്തികേടുകൊണ്ട് മാത്രമാണ് വന്ന് നിൽക്കുന്നത് തന്നെ. ഈ സമയത്ത് ചന്ദ്രശേഖരൻ ശ്രീകാന്തിനെ വിളിക്കുന്നുണ്ട്. ശ്രീകാന്തിനെ വിളിച്ചിട്ട് അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന് പറയും. അങ്ങനെ ശ്രീകാന്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ചന്ദ്രശേഖരൻ പറഞ്ഞു, ശ്രീകാന്തെ, നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ നീങ്ങുന്നത്. ദീപ്തിയുടെ പിന്നാലെ നടക്കുന്ന ആ വരുണില്ലേ, അവനും വിക്രവും തമ്മിൽ നല്ല കമ്പനിയാണെന്ന് തോന്നുന്നു. വാസവൻ വിക്രത്തിന്റെ ശത്രുവാണെന്നറിയാലോ. അപ്പോ വാസവന്റെ മകൻ വിക്രത്തിന്റെ കൂട്ടുകാരനാവുന്നത് വലിയ അപകടമാണ്. ഇത് കേട്ടപ്പോൾ തന്നെ ചന്ദ്രശേഖരൻ പറഞ്ഞു, ഞാൻ അവർ രണ്ടുപേരും സംസാരിക്കുന്നത് നേരിട്ട് കണ്ടതാണ്. അതുകൊണ്ട് നീ ഒന്ന് സൂക്ഷിച്ചോ. പണി എങ്ങനെയൊക്കെയാണ് വരുമെന്നൊന്നും അറിയില്ല. മിക്കവാറും വിക്രത്തിനും ഇതിൽ പങ്കുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിൽ പങ്കുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് ഇത് വെച്ചിട്ടൊരു കളി കളിക്കാം. വേദയെ വീട്ടിൽ നിന്നും അകറ്റാൻ പറ്റിയ നല്ലൊരു സമയമാണിത്. നിനക്കൊരു ചാൻസ് കിട്ടിയിരിക്കുകയാണ്. നീ ശങ്കരനാരായണന്റെ അടുത്തേക്ക് ചെന്ന് കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നത് പോലെ അങ്ങോട്ടേക്ക് പറയണം. വേണമെങ്കിൽ ഞാനും നിന്റെ കൂടെ വരാം. ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ ശ്രീകാന്തിനും അതൊരു നല്ല ഐഡിയ ആണെന്ന് തോന്നി. കാരണം എങ്ങനെയെങ്കിലും വിക്രത്തെയും വേദയെയും അകറ്റണം എന്ന് മാത്രമായിരുന്നല്ലോ അവരുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് പല തന്ത്രങ്ങളും മെനഞ്ഞുവെങ്കിലും ഒന്നും അങ്ങ് വിജയിച്ചില്ല. ഇപ്പതേ പുതിയൊരു വഴി കിട്ടിയിരിക്കുകയാണ്. ഇത് വെച്ച് കളിക്കണമെന്ന് തന്നെ അവൻ ഉറപ്പിച്ചു. നാളെ ഞാൻ വന്ന് ശങ്കരനാരായണനോട് സംസാരിക്കാമെന്ന് ചന്ദ്രശേഖരൻ പറഞ്ഞു. ശ്രീകാന്ത് തിരിച്ച് വീട്ടിലേക്ക് എത്തിയപ്പോൾ ദീപ്തി കോളേജിൽ നിന്നും വരികയായിരുന്നു. ശ്രീകാന്ത് ഉടനെ തന്നെ ഇത്ര സമയം എവിടെയായിരുന്നു എന്നൊക്കെ ചോദിച്ചു. ദീപ്തി പറഞ്ഞു, ഞാൻ കോളേജിലായിരുന്നു എന്ന്. കോളേജിലോ? അതോ വേറെ എവിടെയെങ്കിലുമാണോ നീ പോയത് എന്ന് അവൻ കടുപ്പത്തിലങ്ങ് ചോദിച്ചു. ആ സമയം വർഷ അങ്ങോട്ടേക്ക് വന്നു. ദീപ്തി പറഞ്ഞു, ഞാൻ വേറെ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ തന്നെ അത് ശ്രീയേട്ടന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു കാര്യം ഞാനങ്ങ് പറഞ്ഞേക്കാം. എന്റെ കാര്യത്തിൽ കൂടുതൽ ഇങ്ങനെ ചോദ്യം ചെയ്യാനൊന്നും ശ്രീയേട്ടൻ വരണ്ട. ശ്രീയേട്ടന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്ന് പറയുന്ന സമയത്തിന് ശ്രീകാന്തിന് ദേഷ്യം വരും. എടി, നീ എന്നോട് തർക്കത്തരം പറയുന്നോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ശ്രീകാന്ത് ദീപ്തിയെ നേരെ കൈയോങ്ങിയിട്ട് അടിക്കാൻ തോന്നി. അന്നേരം ഉടനെ തന്നെ ദീപ്തി പറഞ്ഞു, എന്നെ തൊട്ടു പോവരുത് ശ്രീയേട്ടാ. അതിനുള്ള ഒരു അവകാശവും നിങ്ങൾക്കില്ല. വർഷ ശ്രീകാന്തിനോട് പറഞ്ഞിട്ടുണ്ട്, ശ്രീയേട്ടാ, ഇപ്പൊ അവളെ തല്ലിയിട്ടോ ഉപദേശിച്ചിട്ടൊന്നും കാര്യമില്ല. അവൾ നന്നാകുമെന്നൊന്നും തോന്നുന്നില്ല. അവളുടെ മനസ്സിൽ ആ വരുൺ അത്രക്ക് അങ്ങോട്ടേക്ക് പതിഞ്ഞു പോയിട്ടുണ്ട്. ഇനി വേറെ എന്തെങ്കിലും വഴി നോക്കണമെന്നും കേട്ടപ്പോൾ ശ്രീകാന്തുവിന് വല്ലാത്ത ദേഷ്യം വന്നു. പിറ്റേ ദിവസം രാവിലെ ചന്ദ്രശേഖരൻ വന്നു. ചന്ദ്രശേഖരനും ശ്രീകാന്തും കൂടി ശങ്കരനാരായണന്റെ അടുത്തേക്ക് ചെന്നിട്ട് കാര്യങ്ങളൊക്കെ തിരിച്ചു പറയാണ്. വിക്രമും വരുണും കൂടി ചേർന്നിട്ട് നമ്മുടെ കുടുംബത്തെ നശിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് എന്നും അവർ രണ്ടുപേരും നല്ല ബന്ധമുണ്ട് എന്നും അവർ സംസാരിക്കുന്നതൊക്കെ ഞാൻ കണ്ടതാണ് എന്നും മനഃപൂർവ്വം തന്നെ വിക്രം ആ വരുണിനെ ദീപ്തിയുമായിട്ട് ഒന്നിപ്പിക്കുകയാണ് എന്നൊക്കെ പറയും. പാവം ദീപ്തിക്ക് ഇതൊന്നും അറിയില്ലല്ലോ. എന്നാൽ ഇതെല്ലാം തന്നെ ശങ്കരനാരായണൻ വിശ്വസിച്ചു. ഇതൊക്കെ കേട്ടപ്പോൾ ശങ്കരനാരായണന് അത് സത്യമാണെന്ന് തോന്നി. അദ്ദേഹം ഒന്നും തന്നെ വിശ്വസിക്കാൻ പറ്റിയില്ല. ഈ കുടുംബത്തെ തകർക്കാനാണോ വിക്രം ശ്രമിക്കുന്നത്? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്താവുമെന്നൊന്നും അറിയില്ലല്ലോ എന്നും പറഞ്ഞ് അവർ പരമാവധി ശങ്കരനാരായണന്റെ മനസ്സിൽ വിഷം കുത്തി നിറച്ചു. അതോടെ ശ്രീകാന്തിനും ചന്ദ്രശേഖരനും ഒരു സമാധാനമായി. പിന്നീട് ശങ്കരനാരായണൻ വേദയെ ഫോൺ ചെയ്തുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. എന്തിനാ അച്ഛാ എന്ന് വേദ ചോദിച്ചപ്പോൾ അതൊക്കെ നേരിട്ട് കാണുമ്പോൾ പറയാമെന്ന് പറയും. ഫോണിലൂടെ പറയാൻ പറ്റുന്ന കാര്യമല്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ വേദക്ക് വല്ലാത്ത ടെൻഷനായി. അച്ഛൻ വിളിപ്പിക്കുന്നത് അത്ര നിസ്സാര കാര്യത്തിനൊന്നുമല്ലല്ലോ എന്ന് അവൾ കരുതി. പിന്നീട് വേദ തീരുമാനിച്ചു, അമ്മയൊന്ന് പോയി കാണണമെന്ന്. അമ്മ പഴയതുപോലെ ഇപ്പോൾ വലിയ വിഷമത്തിലാണ്. അച്ഛനും കൂടി ഇവിടെ ഇല്ലല്ലോ. ദീപ്തിയുടെ കാര്യമോർത്ത് അമ്മ തകർന്നിരിക്കുകയാണ്. അതുകൊണ്ട് വിക്രത്തിനെയും കൂട്ടിയിട്ടൊന്ന് പോകണമെന്ന് വേദ ഉറപ്പിച്ചു. ശങ്കരനാരായണന്റെ മനസ്സിൽ എന്തോ ഉണ്ടെന്ന് ആ ഫോൺ വിളിയിൽ നിന്ന് തന്നെ വേദക്ക് മനസ്സിലായിരുന്നു. അങ്ങനെ വിക്രത്തിനെയും കൂട്ടി വേദ വീട്ടിലേക്കെത്തി.
പത്മം അപ്പോൾ മുറിയിലിരിക്കുകയായിരുന്നു. അങ്ങോട്ടേക്ക് ചെന്നപ്പോൾ പത്മം അവരെ രണ്ടുപേരെയും ഒന്ന് തറപ്പിച്ചു നോക്കി. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്? പത്മ ദേഷ്യത്തോടെ ചോദിച്ചു. അമ്മ വിഷമിക്കണ്ട എന്ന് പറഞ്ഞു വേദ അവരെ ആശ്വസിപ്പിക്കാൻ നോക്കി. പക്ഷേ പത്മം ഒന്നും തന്നെ കേൾക്കാൻ തയ്യാറായില്ല. എനിക്കറിയാം, നിങ്ങളെല്ലാവരും ദീപ്തിക്ക് വേണ്ടിയല്ലേ നിൽക്കുന്നത്. നിന്റെ ജീവിതം എങ്ങനെയായാലും അവളുടെ ജീവിതമെങ്കിലും നന്നായി പോകണമെന്ന് ഞാൻ കരുതി. പക്ഷേ അതെല്ലാം വെറുതെയായി. നിങ്ങളും അവൾക്ക് കൂട്ടുനിൽക്കുമായിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ പത്മം അവരെ രണ്ടുപേരെയും കുറേയധികം വഴക്ക് പറഞ്ഞു. വേദക്ക് വല്ലാത്ത സങ്കടമായി. പിന്നീട് പത്മവും വിക്രത്തോട് കയർത്തു. എൻ്റെ ഒരു മകളുടെ ജീവിതം നീ തകർത്തു. ഇനിയിപ്പോൾ മറ്റേ കുട്ടിയുടെ ജീവിതം കൂടി തകർക്കാനല്ലേ നീ നോക്കുന്നത്? നിങ്ങൾ അവളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ദീപ്തി ഒരിക്കലും വരുണിന്റെ കൂടെ പോവാൻ പാടില്ല എന്ന് വർഷയും കടുപ്പിച്ചു പറഞ്ഞു. വലിയ സങ്കടത്തോടെയായിരിക്കും വിക്രമും വേദയും അവിടെ നിന്നും ഇറങ്ങിയത്. വൈകുന്നേരം മുറിയിലെത്തിയിട്ടും വിക്രമിന് ഭയങ്കര വിഷമമായിരുന്നു. താൻ അവരെ സഹായിക്കുന്നു എന്നാണല്ലോ എല്ലാവരും കരുതുന്നത്. പക്ഷെ താൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഒടുവിൽ ശങ്കരനാരായൺ വേദയെ അടുത്തേക്ക് വിളിപ്പിച്ചു കാര്യങ്ങളൊക്കെ സംസാരിക്കാണ്. ഒരു കാര്യം ഞാൻ പറയാൻ വേദേ, ഇനി മേലാൽ അവനെയും കൂട്ടിയിട്ട് നീ ഈ വീട്ടിലേക്ക് വന്നു പോവരുത്. നീയും നിന്റെ ഭർത്താവും കൂടിയിട്ടല്ലേ ദീപ്തിയെ ഈ കുഴിയിലേക്ക് കൊണ്ടു ചാടിച്ചത്? അച്ഛൻ എന്തൊക്കെയാ ഈ പറയുന്നത് എന്ന് വേദ അത്ഭുതത്തോടെ ചോദിച്ചു. അതെ, എനിക്കറിയാം, എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. വിക്രമും വരുണും തമ്മിൽ നല്ല ബന്ധമുണ്ട്. കുറച്ചു നാൾക്ക് മുൻപ് വിക്രം അതിനെ തല്ലിച്ചതച്ചതാണ്. എന്നിട്ടിപ്പോ അവർ തമ്മിൽ കൂട്ടായി ദീപ്തി ഇതിലേക്ക് വലിച്ചഴിച്ച് കുടുംബം നശിപ്പിക്കാനാണ് നോക്കുന്നത്. ഇതൊന്നും ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല എന്ന് വേദ അച്ഛനോട് പറഞ്ഞു. വിക്രത്തിന് ഇതിൽ യാതൊരുവിധ പങ്കുമില്ല അച്ഛാ. വേദ അങ്ങനെ കരഞ്ഞു പറഞ്ഞിട്ടും ശങ്കരനാരായൺ അതൊന്നും തന്നെ കേട്ടില്ല. വരുണുമായിട്ട് അവന് നല്ല കണക്ഷൻ ഉണ്ട് എന്ന് എനിക്കറിയാമെന്നൊക്കെ അച്ഛൻ ആവർത്തിച്ചു പറഞ്ഞു. അങ്ങനെ വല്ലാത്ത സങ്കടത്തോടു കൂടിയാണ് വേദ തിരിച്ചു വന്നത്. വിക്രത്തിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു വേദ പൊട്ടിക്കരഞ്ഞു. താൻ അറിയാത്ത കാര്യത്തിന് ഇപ്പോഴും പഴിയെല്ലാം കേൾക്കേണ്ടി വരുന്നു എന്ന് വിക്രമിനും നല്ല വേദനയായി. എങ്ങനെയെങ്കിലും ഈ കുരുക്കിൽ നിന്നും പുറത്തു ചാടണമെന്ന് വിക്രം തീരുമാനിച്ചു. ഇതിന്റെ പിന്നിൽ ശ്രീകാന്തും ചന്ദ്രശേഖരനുമായിരുന്ന കാര്യത്തിൽ അവർക്കപ്പോൾ തന്നെ അറിയാമായിരുന്നു. പക്ഷേ ഒടുവിൽ വേദ ആ സത്യങ്ങൾ ഓരോന്നോരോന്നായി കണ്ടുപിടിക്കുന്നുണ്ട്. ദർശന്റെ സഹായത്തോടെ അന്വേഷിച്ച് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ശങ്കരനാരായണന്റെ മുന്നിൽ സത്യങ്ങളെല്ലാം എത്തിക്കാൻ അവൾ ഒരുങ്ങി. അതുമാത്രമല്ല, ശ്രീകാന്ത് മൂടിവെച്ചിരിക്കുന്ന വലിയൊരു കള്ളത്തരവും വേദ കണ്ടുപിടിച്ചു. ശ്രീകാന്തിന് മറ്റൊരു അവിഹിത ബന്ധമുണ്ട് എന്ന സത്യം വേദയുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. തന്നെയും ഭർത്താവിനെയും നാറ്റിക്കാൻ ശ്രമിച്ച ശ്രീകാന്തിനിട്ട് നല്ലൊരു പണി കൊടുക്കാൻ തന്നെ വേദ തീരുമാനിച്ചു. വിക്രം മലക്ക് പോയി തിരിച്ചു വരുമ്പോഴേക്കും എല്ലാ പ്രശ്നങ്ങളും തീർക്കാൻ വേദ ഒരുങ്ങുകയാണ്. അങ്ങനെ വിക്രം തീർത്ഥാടനത്തിന് മലക്ക് പോയി. ആ ദിവസങ്ങളിൽ വേദ ഒരു നിഴലിനെ പോലെ ശാന്തയായിരുന്നു. എന്നാൽ ആ ശാന്തത വലിയൊരു കൊടുങ്കാറ്റിന് മുൻപുള്ളതായിരുന്നു എന്ന് ശ്രീകാന്ത് തിരിച്ചറിഞ്ഞില്ല. താൻ വരച്ച വരയിൽ വിക്രം കുടുങ്ങിയെന്നും ശങ്കരനാരായണന്റെ മനസ്സിൽ നിന്നും വിക്രമിനെ പിടിച്ചു പുറത്താക്കിയെന്നും ശ്രീകാന്ത് അഹങ്കരിച്ചു. വിശ്വസ്തനായ ദർശന്റെ സഹായത്തോടെ വേദ ഓരോ കരുക്കളും നീക്കി. ശ്രീകാന്ത് രഹസ്യമായി കാണാറുള്ള ആ സ്ത്രീയുടെ വിവരങ്ങൾ വേദ ശേഖരിച്ചു. നഗരത്തിന് പുറത്തുള്ള ഒരു ഫ്ലാറ്റിൽ ശ്രീകാന്ത് ആഡംബര ജീവിതം നയിക്കുന്നതിന്റെ തെളിവുകളും ഫോട്ടോസും വീഡിയോസ് എല്ലാം തന്നെ വേദയുടെ കൈകളിൽ എത്തിക്കഴിഞ്ഞിരുന്നു. വിക്രം മല കയറി തിരിച്ചെത്തുന്ന ദിവസം തന്നെ എല്ലാവരും ഹാളിൽ ഒത്തുകൂടിയിരുന്നു. വിക്രമിനെ വീട്ടിൽ പ്രവേശിപ്പിക്കില്ല എന്ന വാശിയിലായിരുന്നു ശങ്കരനാരായണൻ. ആ സമയം വേദ അവിടേക്ക് കടന്നു വന്നു. കൂടെ ആരും പ്രതീക്ഷിക്കാത്ത ഒരാളും കൂടി ഉണ്ടായിരുന്നു. ശ്രീകാന്ത് രഹസ്യമായി ബന്ധം പുലർത്തുന്ന ആ ഒരു സ്ത്രീയെ. അവളെ കണ്ടതോടുകൂടി തന്നെ ശ്രീകാന്തിന്റെ മുഖം വിളറി വെളുത്തു. ആരാണിതൊക്കെ? എന്തിനാ ഇവരെ കൂട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ആക്രോശിച്ച ശ്രീകാന്തിനെ നോക്കി വേദ പരിഹസത്തോടെ ചിരിച്ചു. തന്റെ കയ്യിലുണ്ടായിരുന്ന ടാബ്ലറ്റിൽ അവൾ ആ തെളിവുകൾ ഓരോന്നോരോന്നായിട്ട് ടിവിയിലെ സ്ക്രീനിൽ പ്ലേ ചെയ്തു. ശ്രീകാന്ത് ചന്ദ്രശേഖരനുമായി ചേർന്ന് നടത്തിയ ഗൂഢാലോചനകളും വരുണിനെ വിക്രമിനെതിരെ തിരിക്കാൻ നടത്തിയ ശ്രമങ്ങളും തന്റെ അവിഹിത ബന്ധങ്ങളും എല്ലാം കുടുംബത്തിനു മുന്നിൽ വേദ തുറന്നുകാട്ടി. സത്യമെല്ലാം തെളിവോടുകൂടെ തിരിച്ചറിഞ്ഞ ശങ്കരനാരായണൻ ആകെ തകർന്നുപോയി. താൻ ഇത്രയും കാലം വിശ്വസിച്ചിരുന്നത് ഒരു ചതിയനെയായിരുന്നുവെന്നും സ്വന്തം മരുമകനെ അകാരണമായി സംശയിച്ചുവെന്നും അദ്ദേഹം വേദനയോടുകൂടെ ഓർത്തു. അദ്ദേഹം വിക്രമിനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ടതിനെ മാപ്പ് ചോദിച്ചു. എന്നിട്ട് ശ്രീകാന്തിനെ ആ വീട്ടിൽ നിന്നും പടിയടച്ച് പുറത്താക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഉത്തരവിട്ടു. അങ്ങനെ വരുണിന്റെ മാറ്റം സത്യമാണെന്നും എല്ലാവർക്കും ബോധ്യപ്പെട്ടതോടുകൂടി തന്നെ ദീപ്തിയുടെ ജീവിതത്തിലും വെളിച്ചം പകരുന്നു. വിക്രമിനും വേദയ്ക്കും ഇടയിലുണ്ടായിരുന്ന എല്ലാ കരിനിഴലുകളും മാറി. സത്യം ഇപ്പോഴും ജയിക്കുമെന്നും പവിത്രമായ ബന്ധങ്ങളെ തകർക്കാൻ ആർക്കും കഴിയില്ല എന്നും തെളിയിച്ചുകൊണ്ട് തന്നെ വേദ വിക്രമിന്റെ കയ്യും പിടിച്ചുകൊണ്ട് തന്നെ അവിടെ നിന്ന് വീട്ടിലേക്ക് തിരികെ പോകുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.